അത് ആ ഒരു എക്സിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും അല്ലേ, അത് നമുക്ക് അറിയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ മോഡ് എക്സ് മൈനസ് എക്സ് ആയിട്ട് ഇക്വേറ്റ്, കാരണം മോഡ് എപ്പോഴും നെഗറ്റീവിനെ ഒഴിവാക്കും. പിന്നെ മോഡ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, കാരണം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഇവൻ ടു ആർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ മോഡിൻ്റെ ഒരു പരിപാടി ചെയ്യുക, നെഗറ്റീവ് ഉള്ളിലുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കി തരും. അത് തന്നെ ഇതെപ്പോഴാണ് ഡിഫൈൻഡ് ആവുന്നത്, ഒന്നാമത്തെ റൂട്ടിനുള്ള സാധനം, ദാറ്റ് മീൻസ് മോഡ് എക്സ് ദാറ്റ് ഷുഡ് ബി മോഡ് എക്സ് മൈനസ് എക്സ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ബിക്കോസ് റൂട്ടിൻ്റെ ഉള്ള സാധനം. സോ മോഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ്, മോഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ്. അപ്പോൾ മോഡ് എക്സ് എക്സിനേക്കാൾ എപ്പോഴാണ് വലുതാവുന്നത്, അതെന്ന് പറഞ്ഞാൽ എപ്പോഴുമാണ് എല്ലാ എക്സിനും, എല്ലാ എക്സിനും മോഡ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ്. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, അപ്പോൾ എല്ലാ എക്സിനും എല്ലാ റിയൽ നമ്പേഴ്സിനും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് മോഡ് എക്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അത് എപ്പോഴാണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ന് തെറ്റി, എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആവണം. ഈക്വൽ ടു ആകുമ്പോൾ പറ്റും, കാരണം ഇതിനകത്ത് എക്സിൽ ഏതെങ്കിലും ഒരുത്തൻ, ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ രണ്ട് സൈനും സെയിം ആണ്, എക്സിനും വൈൻ്റെ സൈനും സെയിം ആണെങ്കിൽ, അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഭാഗിച്ച് കൊടുക്കാൻ പറ്റും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഭാഗിച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുത്തിന് 0 ഒരുത്തിന് ഒരു വാല്യൂ എക്സ് എന്താ വൈ എന്നങ്ങാറ്റം പറയുന്ന വാല്യൂ ആണെങ്കിൽ നമുക്കിങ്ങനെ ഭാഗിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ ഈ ഒരു ഇതിൻ്റെ ഇക്വാലിറ്റി എപ്പോഴാണ് അതെന്ന് പറഞ്ഞാൽ എക്സ് വൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു വെറുതെ ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ. മോഡ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ ഇത് നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും, കാരണം ഇയാൾ പോസിറ്റീവ് ഇനിക്വാളിറ്റീസിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് മോഡ് എക്സ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയാം, ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് മോഡ് എ പ്ലസ് ബിയുടെ മോഡ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി, അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് മോഡ് എ മൈനസ് മോഡ് ബിയുടെ ഹോൾ മോഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ രണ്ട് തരത്തിൽ ചെയ്യാം. മോഡ് എക്സ് ഇതിന് പോസിറ്റീവ് സാധനമാണ്. ഇപ്പോൾ പോസിറ്റീവ് സാധനമാണെങ്കിൽ ഈ ചങ്ങായും പോസിറ്റീവ് ആവേണ്ടതാണ് അല്ലേ, ഈ ചങ്ങായും പോസിറ്റീവ്, കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആവണ്ടേ. അങ്ങനെ പറയും എക്സ് പോസിറ്റീവ് ആവുന്ന കേസ് എപ്പോഴാണ്, ഈ സംഭവം പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ് 2x - 3 ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എപ്പോഴാണ്, 2x ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3/2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 3/2നേക്കാളും വലുതാകുമ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഇനി നമ്മുടെ മോഡ് എന്ന് പറഞ്ഞാൽ മോഡിലുള്ള സാധനം ഒരു പോസിറ്റീവ് വാല്യൂയായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എ ഇസ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എ എന്ന് നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഞാൻ എക്സ് പ്ലസ് ഓർ മൈനസ് എയിൽ നിന്ന് ഇതെന്ന് വെച്ചാൽ മോഡ് എക്സ് -1 ഇസ് ഈക്വൽ ടു 2x - 3 ആവാം, x - 1 ഇസ് ഈക്വൽ ടു 3 - 2x, ഒരു നെഗറ്റീവ് എക്സ്ട്രാ. സോ ഇവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 2 ആവാം, അതേപോലെ ഇവിടുന്ന് 3x ഇസ് ഈക്വൽ ടു 4 ആവാം, എക്സ് ഇസ് ഈക്വൽ ടു 4/3 ആവാം. ഇനി നമ്മൾ ഇയാളിങ്ങനെ പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്ത് എന്ത് കേസിലാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 3/2 എന്ന കേസിലാണ്. അപ്പോൾ എക്സ് 3/2നേക്കാളും വലുതാവണം. ഇപ്പോൾ 3/2 1.5 ആണ്, അപ്പോൾ 1.5നേക്കാളും വലുത് ആകെ എക്സ് ഇസ് ഈക്വൽ ടു 2 മാത്രമേ ഉള്ളൂ. സോ അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് തെറ്റിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ടെക്നിക്ക് ഉണ്ട്. രണ്ടാമത്തെ ടെക്നിക്ക് മോഡുലസിൻ്റെ ആ ഒരു ഡെഫിനിഷനെ ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മോഡുലസ് അല്ലെങ്കിൽ മോഡ് ബ്രാക്കറ്റ് പൊട്ടിക്കുന്ന പരിപാടിയാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചില സ്ഥലത്ത് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മെത്തേഡ് 2 എങ്ങനെ ചെയ്യാൻ പറ്റും, ഒന്നാമത്തത് മോഡ് എക്സിന് ബ്രേക്ക് ചെയ്യാൻ പോകാം. അപ്പോൾ ഞാൻ പറയും എക്സ് അത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഫസ്റ്റ് കേസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവോടെ പുറത്തോട്ടേക്ക്, ദാറ്റ് മീൻസ് x - 1 ഇസ് ഈക്വൽ ടു 2x + 3 എന്ന് പറയാൻ പറ്റും. എന്നിട്ടോ ഇവിടുന്ന് x ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. കിട്ടി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 നമ്മൾ കൊടുത്ത കേസ്, നമ്മുടെ പാരൻറ്റ് കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസായിട്ട് കറക്റ്റ് പൊരുത്തപ്പെടുന്നുണ്ടോ, ഇല്ല, കറക്റ്റ് പൊരുത്തപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഇത് ടിക്കാണ്. അടുത്തത് രണ്ടാമത്തെ കേസ് മോഡ് എക്സിൻ്റെ ഉള്ളിൽ വാല്യൂ നെഗറ്റീവ്, ദാറ്റ് മീൻസ് x - 1 ദാറ്റ് ഈസ് നെഗറ്റീവ്. സോ x ലെസ് ദാൻ 1 ആണ്. x ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് മോഡ് എക്സ് ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരും. സോ 1 - x ഇസ് ഈക്വൽ ടു, അല്ലെ 1 - x എന്നല്ല ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് അല്ല, നെഗറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് x - 1 ഇസ് ഈക്വൽ ടു 3 - 2x എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3x ഇസ് ഈക്വൽ ടു 4x ഇസ് ഈക്വൽ ടു 4/3 കിട്ടും. 4/3 പറ്റുമോ, ഇല്ല, x ലെസ് ദാൻ 1 എന്നാണ്. ഇവിടെ 4/3 ലെസ് ദാൻ 1 ആണ്, ഇല്ല 1 പോയിൻറ്റ് ചില്ലറ ഉണ്ട്. സോ 1നേക്കാളും കുറച്ച് വലുതാണ്. സോ ഇത് പറ്റൂല. പാരൻറ്റ് കണ്ടീഷൻ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് സമയം എടുക്കേണ്ട. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഒന്നാമത്തെ ആദ്യം വെച്ചാൽ മോഡ് എക്സ് അത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, റൈറ്റ്. അപ്പോൾ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ അത് എപ്പോഴുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മളിനി അത് ഡെഫിനേഷൻ, ലോഗിൻ്റെ ഡെഫിനേഷൻ എപ്പോഴും കറക്റ്റാണ്, അതുകൊണ്ട് നോ നീഡാണ്, വെറുതെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് ബേസ് എന്താണ് ഇതായതുകൊണ്ട്, ബേസ് 1നേക്കാളും വലുതായതുകൊണ്ട് അങ്ങനെ തന്നെ വരും. ഇനിക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും. 2 - 2 എന്നാണ് 1/4. ഓക്കെ, ദാറ്റ് ഈസ് മോഡ് എക്സ്. ശരി,
ഇനി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1/4 എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു മോഡ് എക്സ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് വലുതാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എക്സ് അത് 1/4 വലുത് അല്ലെങ്കിൽ എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ -1/4 കാരണം മോഡ് എക്സിൻ്റെ ആ ഒരു ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള ഡിസ്റ്റൻസ് അപ്പോൾ -1/4 ചെറുതാണെങ്കിൽ ആ ഡിസ്റ്റൻസ് 1/4 വലുതായിരിക്കുമല്ലോ. സോ ഇതാണ് ഉത്തരം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി KTK2 ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? ആദ്യം ഒരേപോലത്തെ ആൾക്കാരെ ഒരുമിച്ചെടുത്താൽ മീൻസ് ഈ ചങ്ങായിനെ ഒരുമിച്ചെടുത്തി. ഇവിടെ ഞാൻ 4 കോമൺ എടുത്ത് എന്നിട്ടോ 1/x - 3 ഉണ്ട് ഒരു വൃത്തിക്ക് എഴുതാൻ x - 3 പിന്നെ -1/x - 2 ഉണ്ട്. അതേപോലെ ഇവിടുന്ന് ഈ ടേം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ നോർമലായിട്ടുള്ള പരിപാടി തന്നെ x - 2 -x + 3 ഹോൾ ഡിവൈഡ് ബൈ x - 3 x - 2 ഇതെന്ന് പറഞ്ഞാൽ എക്സ് ക്യാൻസൽ പിന്നെ ഉള്ളത് 1 ആണ്. അപ്പം 1 × 4 എന്ന് പറഞ്ഞാൽ അത് 4 തന്നെ. സോ 4/x - 3 ഈ സാധനം ഈ ടേമിനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടാൻ x - 4 - x + 1 ഹോൾ ഡിവൈഡഡ് ബൈ x - 1 എന്താണ് x - 4 ഇവിടുന്ന് x ക്യാൻസലായി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് -3 ഡിവൈഡ് ബൈ x - 1 x - 4 ആണ്. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് സിംപ്ലിഫൈ ചെയ്തപ്പം ഇതാണ് സാധനം കിട്ടിയിട്ടുള്ളത് അല്ലേ. വളരെ സിംപ്ലിഫൈ നോർമൽ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരേപോലത്തെ സാധനം കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കി ഇവിടെ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇത് ഇവനുണ്ട് ഇവിടെയുണ്ട്. ഓനെ എന്ത് വിളിക്കുക x² - 5x എന്ത് വിളിക്കുകയാണ് T എന്ന് വിളിക്കുകയാണ്. ഇത് T + 6ഉം ഇതെന്താ T + 4ഉം ആവൂലേ? ശരി കറക്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും വിളിക്കാം. നമുക്ക് ആ രീതിയിൽ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല, തെറ്റുമല്ല. പക്ഷേ സാർ ഇവിടെ ചെയ്ത വേറെ രീതിയാണ്. ഇതിനെ ഈ കംപ്ലീറ്റ് ടേമിനെ m എന്ന് വിളിച്ച് ഓക്കെ. അപ്പോൾ അതുമായിട്ട് രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാലല്ലേ ഈ ടേം ദാറ്റ് മീൻസ് ദിസ് ഈസ് m + 2 ആൻഡ് ദിസ് ഈസ് m കുറച്ചും കൂടി സിംപ്ലിഫൈ ആയി. അങ്ങനെ ആകുമ്പോൾ അടിയിൽ m + 2 അടിയിൽ m ഉണ്ട്. ഈ -30 ഇങ്ങോട്ട് 1/-30 ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യാം. ഇത് സിംപ്ലിഫൈ നോർമൽ സിംപ്ലിഫിക്കേഷൻ. പിന്നെന്താ കുഴപ്പം? ഇവിടുന്ന് നമുക്ക് ഫാക്ടറൈസും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നമുക്കറിയുന്ന ഫാക്ടറൈസേഷൻ ചെയ്യാം. അതേപോലെ എന്താണ് ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ് കംപ്ലീറ്റ് ഒന്ന് ഇവിടെ മൈനസ് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. അതിന് നോർമലായിട്ട് ഇത് ബാക്കി ചെയ്യാനുള്ളൂ, വളരെ സിമ്പിളല്ലേ നോർമലായിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ബിക്കോസ് ഇനി ഇവിടെ m - 10 എന്ന രീതി കിട്ടി. സോ എമ്മിന് നമ്മൾ എന്തായാലും കൊടുത്തത് അത് തിരിച്ച് കൊടുത്തിട്ട് ഇനി ബാക്കി എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗ് ബേസ് 2 ആണുള്ളത്, റൈറ്റ് 4 ആണുള്ളത്. 4 ഞാൻ എങ്ങനെ എഴുതും? 4നെ 2/2 എന്ന് എഴുതാം. അങ്ങനെ 2/2 ഈ സാധനം എന്താ 2/2 ഇതുണ്ടല്ലോ, ഇവിടെ 2/2 വരും. അവിടെ 2 ഇവിടെ ബാക്കോട്ട് വരും. അത് ഇപ്പോൾ കൂട്ടിയിട്ട് 1 ആവും. ഓക്കെ, അപ്പോൾ ഇത് 1 log2 എന്ന രീതിയിലാണ്. പിന്നെ ഇത് ബേസ് സെയിം ആണ്. അപ്പോൾ എന്താവും log 2 10 - 2/- x ഹോൾ ഡിവൈഡ് ബൈ ഇത് ബേസ് സെയിം ആണ്. അപ്പോൾ മൈനസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3 + 2/x = ഞാനിത് റൈറ്റോട്ടേക്ക് കൊണ്ട് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇത് റൈറ്റോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ ഇത് നെഗറ്റീവായി ഇത് പോസിറ്റീവായി. അതുകൊണ്ട് ലോഗ് ഇവിടെ 2 ഉണ്ട്. ആ 2 മുകളിലോട്ടേക്ക് പോകും. ഈ 2 മുകളിലോട്ടേക്ക് പോകും, റൈറ്റ്. അപ്പം 3 + 2/x ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 10 - 1/2/x = x + 1. ഞാൻ ഈ ടേമും റൈറ്റോട്ടേക്ക് കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. എന്നിട്ടോ ഇവിടെ 2 ബേസ് സെയിം ആണ്, ബേസ് 2 ആണ്. അപ്പോൾ 2 ഇവിടത്തേക്ക് പോയിക്കൂടെ? സോ 2/x + 1 എന്ന് പറഞ്ഞാൽ 2 = 3 + 2/x ഹോൾ സ്ക്വയർ. ഇനി 2/xനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് അതിനെ ഞാൻ T എന്ന് വിളിക്കുകയാണ്. സോ T + 3 + T ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനി ബാക്കി Tയുടെ പരിപാടി 2/xന് T എന്ന പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് സോൾവ് ചെയ്യുന്ന 3 + T ഹോൾ സ്ക്വയർ അതൊക്കെ ചെയ്ത് ലാസ്റ്റ് Tക്ക് വരാൻ പറ്റുന്ന സാധ്യതയുള്ള വാല്യൂസ് ഇതാണ്, Tയുടെ വരാൻ പറ്റുന്ന വാല്യൂസ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിന് നമുക്ക് മര്യാദയ്ക്ക് റൂട്ട് വെച്ച് ചെയ്യുന്നതിന് അടങ്ങാറുണ്ട്, റൈറ്റ്. അപ്പോൾ നമ്മളെന്താ കണ്ടെത്താൻ പറയുന്നത്? സം ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയണം. ഇവിടെ നമ്മൾ ഇതെന്താ T1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/x1 ആയിരിക്കും. എന്തോ ഒരു x അല്ല, കാരണം T എന്ന് പറഞ്ഞാൽ 2/x ആണ്. അപ്പോൾ എന്തോ ഒരു x1. T2 എന്ന് പറഞ്ഞാൽ 2 എന്തോ ഒരു x2 ആയിരിക്കും സ്വാഭാവികമായിട്ടും, അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് എന്താണ്
റൂട്ട്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത സാധനമാണ് ഈ 11. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത സാധനമാണ് ഈ പറഞ്ഞ 11. ദാറ്റ് മീൻസ് 11 ഈസ് ഈക്വൽ ടു റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2x1 ഇൻറ്റു 2x2. കാരണം ഈ ഇക്വേഷനിൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ടീൻ്റെ ടേംസിലായിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്ന രീതിയിൽ കിട്ടും ഈ ഇക്വേഷനിൽ. ഓക്കെ അപ്പോൾ T1 ഇൻറ്റു T2 അതാണ് ഈ ഇക്വേഷൻ്റെ റൂട്ട്സ്. അത് 11 T1 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 2x1 ആയിരിക്കും. T2 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 2x2 ആണ്. കാരണം T1 നമ്മൾ 2x ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2x പ്ലസ് x2 അതാണ് നമ്മുടെ രണ്ട് റൂട്ട്സ്. ആക്ച്വൽ ഇക്വേഷൻ രണ്ട് റൂട്ട്സ് അതെന്ന് പറഞ്ഞാൽ 11 ആണ്. ഇനി ഇവിടെ നമ്മൾ ലോഗരിതം എന്താണ്? ലോഗ് 2യുടെ പവർ എന്ത് സാധനമാണോ എക്സ് പ്ലസ് 2 അല്ല നമ്മൾ ലോഗരിതം ജോൺ നേപ്പിയർ പറഞ്ഞ പോലെ എക്സ് പ്ലസ് 2 ആണ് നമ്മളെ എക്സ് പ്ലസ് x2 ആണ്. ഇത് ലോഗ് 2 ടു ദ ബേസ് 11 നോക്കിക്കോ. ഇങ്ങനെയല്ല നമ്മൾ ജോൺ നേപ്പിയർ ഇങ്ങനെയല്ല പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് സംഭവം ലോഗ് 11 ടു ദ ബേസ് 10. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താ? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്. ആദ്യം ഡെഫിനിഷൻ കേസ് നോക്കാം. ഡെഫിനിഷൻ കേസ് ഈ പറഞ്ഞ സാധനം ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ ഇത് 2 ഇങ്ങോട്ട് പോകാം. സോ എന്ത് ചെയ്യുക? വേവ് കർവ് അടിക്കാം. വേവ് കർവ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് -1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പ്ലസ് മൈനസ് റൈറ്റ്. അത് മൈനസ് പ്ലസ് മൈനസ് ഒക്കെ ചെയ്ത് ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ -1 മുതൽ 2 വരെ, -1 മുതൽ 2 വരെ, അതേപോലെ യൂണിയൻ 5 മുതൽ ഇൻഫിനിറ്റി വരെ. അതാണല്ലോ കറക്റ്റ്. അതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ. അതാണ് ലാസ്റ്റ് ഉത്തരം കിട്ടുന്നത്. അതായിട്ട് ഇൻ്റർസെക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ വേരിയബിൾ ബേസ് ആണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ബേസ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും 1/x അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1/x ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1/x മൈനസ് 1 അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെ 1 - x/x അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്നിട്ട് x - 1/x അത് ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം റിവേഴ്സായി. എന്നിട്ടോ ഇവിടെ 0, ഇവിടെ 1, പ്ലസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ 0 മുതൽ 1 വരെ. അപ്പം x ബിലോങ്സ് ടു 0 മുതൽ 1 വരെ എന്നുള്ള കാര്യം മനസ്സിലായി. അതാണ് നമ്മുടെ പാരൻറ്റ് കണ്ടീഷൻ. അത് എടുത്ത് എഴുതുക. എന്നിട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 അങ്ങനെ തന്നെ ഇനിക്വാളിറ്റി ചേഞ്ച് ആവേണ്ട അങ്ങനെ തന്നെ ഉണ്ടാവും. 1/x റേസ് ടു വരും. എന്നിട്ടോ അവിടെ നിന്ന് ഇനി എക്സിൻ്റെ പരിപാടികൾ, എക്സിൻ്റെ ഇനിക്വാളിറ്റിനെ സോൾവ് ചെയ്യുന്ന പരിപാടി നോർമലായിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റോട്ട് ഇടേണ്ടി വരും, അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. എക്സിൻ്റെ ഇനിക്വാളിറ്റി നോർമലായിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എക്സിൻ്റെ ഇനിക്വാളിറ്റി എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അത് നോർമലായിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. റൈറ്റ്. ആ ഉത്തരം നമ്മൾ ഈ പറഞ്ഞ പാരൻറ്റ് കണ്ടീഷനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണം. ആ ഉത്തരവും പാരൻറ്റ് കണ്ടീഷനും ഇൻ്റർസെക്റ്റ് ചെയ്യണം. അതാണ് നമ്മളെ കേസ് 1ൻ്റെ ഫൈനൽ ഉത്തരം. കേസ് 2-ലാണെങ്കിലോ 1/x മേ ബി ലെസ് ദാൻ 1 ആവാം അല്ലേ? അല്ല ലെസ് ദാൻ 1 അതേപോലെ 0-നെക്കാളും വലുതാവാം. സോ ആ കേസ് വെച്ചിട്ട് എക്സിന് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടെത്തി പാരൻറ്റ് കണ്ടീഷൻ നോക്കാൻ. എന്നിട്ടോ അതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് 1/1 ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. അങ്ങനെ നമുക്കൊരു എക്സിൻ്റെ ടേംസ് കിട്ടും. ആ എക്സും ഇപ്പം ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാരൻറ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ, ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് കിട്ടുന്ന ഉത്തരമായിരിക്കും കേസ് 2യുടെ ഫൈനൽ ഉത്തരം. അങ്ങനെ കേസ് 1ൻ്റെ ഫൈനൽ ഉത്തരവും കേസ് 2യുടെയും ഫൈനൽ ഉത്തരവും എന്ത് ചെയ്യാം? ഇൻ്റർസെക്റ്റ് ആണ് അല്ല യൂണിയൻ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഭവങ്ങൾ, രണ്ട് സാധ്യതകളുണ്ട് അല്ലേ? 1/x മേ ബി ഗ്രേറ്റർ ദാൻ 1 ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0യുടെയും 1-നേക്കാളും ഇടയിലും ആവാം. അപ്പോൾ അത് രണ്ട് യൂണിയൻ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഉത്തരം അത് ഫൈനൽ ഉത്തരമാവോ? ഇല്ല, അത് ഫൈനൽ ഉത്തരമല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെഫിനിഷൻ നമ്മുടെ ലോഗിൻ്റെ ഡെഫിനിഷനായിട്ട് പൊരുത്തപ്പെടണം. അപ്പോൾ ലോഗിൻ്റെ ഡെഫിനിഷനായിട്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉത്തരമാണ് ഏറ്റവും ഫൈനൽ ഉത്തരം. അപ്പോൾ ഞാൻ അതിൻ്റെ മെത്തേഡ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ഇത്ര സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻ മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാം? അപ്പോൾ 2a = log. അപ്പോൾ ഈ ഒരു നമ്മൾ 6a + 5bc ആണ് കണ്ടെത്താൻ പറയുന്നത്. ശരി. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലോഗ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ലോഗിനെ ബാക്കോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കംപ്ലീറ്റ് ഇക്വേഷൻ ലോഗ് ടു ദ ബേസ് ഇ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു ലോഗ് 2a ടു ദ ബേസ് ഇ ലോഗ് എന്തായിരുന്നു അവിടെ ഉള്ളത്? a ടു ദ ബേസ് ഇ = ബാക്കോട്ടേക്ക് വരാം കേട്ടോ. സോ ലോഗ് b ടു ദ ബേസ് ഇയും, അതേപോലെ ലോഗ് b ഇ അത് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ ലോഗ് c ഇ ഇങ്ങനെ. അതേപോലെ 2a നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കളയാം, അല്ലാണ്ട് വെറുതെ സം വേസ്റ്റ് ആക്കണ്ട. ലോഗ് 2 ബേസ് ഇ പ്ലസ് ലോഗ് a ബേസ് ഇ. റൈറ്റ്. ഇനി ഇത് ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഇവിടെ വേറൊരു ഇക്വേഷൻ കൂടി തന്നെ. ഇവിടെയും ലോഗ് ടു ബേസ് ഇ കംപ്ലീറ്റ് ചെയ്യുക. എന്നൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ കംപ്ലീറ്റ് ലോഗ് അപ്ലൈ ചെയ്തപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയാത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഗ് 2യുടെ വാല്യൂ. അപ്പോൾ ലോഗ് 2യുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. ലോഗ് 2 ദ ബേസ് ഇയുടെ വാല്യൂ ലോഗ് c ടു ദ ബേസ് ഇയും ലോഗ് a ടു ദ ബേസ് ഇയും ഹോൾ ഡിവൈഡ് ബൈ ലോഗ് b ടു ദ ബേസ് ഇയും ആണ്. അത് ഞാൻ ഇവിടെ അങ്ങോട്ട് കൊടുക്കും.
അല്ലെങ്കിൽ സാർ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസം. സാർ ഇവിടെ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഏത് വേണം ചെയ്യാം കേട്ടോ, പക്ഷേ കുറച്ചുകൂടി മേ ബി ഇക്വേഷൻ ബൈസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സാർ ഇവിടെ ലോഗ് സി ടു ദ ബേസ് ഇ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടായത്. അത് ഇവിടെ കൊടുത്ത് ലോഗ് സി ടു ദ ബേസ് ഇ അവിടെ കൊടുത്ത് ലോഗ് സീൻ്റെ അവിടെ കൊടുത്ത് സാർ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ ബി സ്ക്വയർ ആ സാധനങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, റൈറ്റ്. എന്നിട്ട് ഒരു ചെറിയൊരു പരിപാടി, ഇവിടെ സ്ക്വയർസ് അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ട്. അപ്പം സാർ എന്ത് ചെയ്ത് ഈ ഇക്വേഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഇക്വേഷനെ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവന്ന് അപ്പം എന്തായി ln a ഹോൾ സ്ക്വയർ മൈനസ് ln b ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ln b ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളത്? ln 2 കോമൺ ഉണ്ടല്ലേ. അപ്പം ഞാൻ എന്താ ln സംഭവം ഇതാ ഇവിടുന്ന് ln a ln 2 കൊണ്ടുവന്ന് അങ്ങനെ ഇവിടുന്ന് ln ഇത് കോമണാ ln 2 കോമൺ. അപ്പോൾ ln 2 കോമൺ എടുത്തു. എന്നിട്ടോ പിന്നെ LCM എടുത്തു നമ്മൾ ln a LCM എടുത്തു, റൈറ്റ്. ഇങ്ങനെ ln a ഹോൾ സ്ക്വയർ ln 2 പിന്നെ അതേപോലെ ln b ഹോൾ സ്ക്വയർ ln 2. അവിടെ നമുക്ക് എന്നിട്ട് ln 2 കോമൺ എടുത്തപ്പോൾ ഈ സാധനം കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇതേ സാധനം ഉണ്ട്. ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് പറഞ്ഞാൽ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കട്ടാക്കിയിട്ട് എക്സ് 1 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എക്സ് സ്ക്വയർ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ടോ അത് ഇസ് ഇക്വൽ ടു 0 എന്ന് പറയും. എക്സ് കോമൺ എടുക്കും. ഇപ്പം 1 എക്സ് മൈനസ് 1 എന്ന രീതിയിൽ എഴുതിയിട്ട് എക്സിന് either 1 ആവാം അല്ലെങ്കിൽ എക്സിന് 0 ആവാം. അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മളങ്ങ് മുറിച്ചെടുക്കുക, ഒരു സൊല്യൂഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തായി? വീണ്ടും കോമൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കോമൺ ആയിട്ട് എടുക്കും. അങ്ങനെ സാർ എന്ത് ചെയ്ത് ln a ഹോൾ സ്ക്വയർ മൈനസ് ln b ഹോൾ സ്ക്വയർ അത് കോമൺ എടുത്തു. പിന്നെ ഇവിടെ 1 പ്ലസ് ln 2 ബൈ ln a ln 2 എന്ന് പറഞ്ഞാൽ ഇത് ബൈ ln a അത് ഇവിടെ വെച്ച്. ഓക്കെ, അപ്പോൾ രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്പം either ln a ക്യാൻ ബി ln b ബിക്കോസ് ആ ഹോൾ സ്ക്വയർ ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ. സോ അങ്ങനെയാകുമ്പോൾ a ഇസ് ഈക്വൽ ടു b ആവാം ബിക്കോസ് ഈ രണ്ടിനും ബേസ് സെയിം ആയിട്ട് കട്ടാക്കാം ലോഗ്. അതേപോലെ നമുക്ക് പറയാൻ പറ്റും 1 ഇസ് ഈക്വൽ ടു -1 അല്ല -1 ഇസ് ഈക്വൽ ടു ln 2 ബൈ ln a നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആകുമ്പോൾ മൈനസ് വരും. അപ്പോൾ മൈനസ് മോളോട്ടേക്ക് പോകും. അപ്പം ln a റൈസ് ടു -1 ഇസ് ഈക്വൽ ടു ln 2 എന്ന് വരും. അങ്ങനെ പറയാൻ പറ്റും എന്ത് 1 ബൈ a ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ 1/2 എന്നുള്ള കാര്യം കിട്ടി. എയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ബിയുടെ വാല്യൂ 1/2 തന്നെയായിരിക്കും. ഇവിടുന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സാർ ഇത് ഇവിടുന്ന് നമ്മളെ എക്സ്ട്രാ ആയിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് എന്തായി 3 സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത് a ഇസ് ഈക്വൽ ടു b ആവാൻ പറ്റുമോ? a ഇസ് ഈക്വൽ ടു b ആവാൻ പറ്റുമോ? എന്തുകൊണ്ട് നോട്ട് പോസിബിൾ? കാരണം വെച്ചാൽ ക്വസ്റ്റ്യനിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഫുൾ വായിക്കണം. അപ്പോൾ അതൊരു പോസിബിൾ അല്ല. പിന്നെ ഉള്ളത് ഈ ചങ്ങായി ഇസ് ഈക്വൽ ടു മൈനസ് ln b. അങ്ങനെ a ഇസ് ഈക്വൽ ടു 1/b അത് കുഴപ്പമില്ല. a ഇസ് ഈക്വൽ ടു 1/b അങ്ങനെ a b ഇസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കാര്യം കിട്ടി. അതേപോലെ ഇവിടുന്ന് ഈ ചങ്ങായി എന്തായി? ഈ ചങ്ങായി 0 ആവണം. ദാറ്റ് മീൻസ് then a ഇസ് ഈക്വൽ ടു മൈനസ് ln 2. അങ്ങനെ നമുക്ക് a ഇസ് ഈക്വൽ ടു 1/2 കിട്ടും. a 1/2 ആണെങ്കിൽ b എന്തായിരിക്കും? a 1/2 b എന്ന് പറഞ്ഞാൽ അപ്പം 2 എന്ന് വരും. c ഇനി എവിടെ നിന്ന് കിട്ടും? ഡൗട്ട് ഉണ്ടാവും അല്ലേ? c എവിടെ നിന്ന് കിട്ടാം? c കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ്? ഇവിടെ നമുക്ക് ln സിയുടെ വാല്യൂ അറിയാം. സിയുടെ അറിയില്ല, പക്ഷേ ln 2 അറിയാം, ln b അറിയാം, ln a അറിയാം. അതിൻ്റെ വാല്യൂസ് അവിടെ കൊടുക്കാം. അവിടെ വാല്യൂസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1/b ആണെന്നാണ്. അപ്പം c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bc ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും വാല്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി സുഖമായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇനി മോഡുലസിൻ്റെ അപ്രോച്ചാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ, ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി പണ്ടത്ര. കാരണം മോഡുലസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവും ഇല്ല മോഡുലസിൻ്റെ വാല്യൂ. സോ എഫ് ഓഫ് എക്സ് ആൽഫയാണ് നമുക്ക് പറയാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ എഫ് ഓഫ് എക്സ് ഒരു ജി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഒന്നെങ്കിൽ മോഡുലസ് ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് പോസിറ്റീവാണെന്ന് അസ്യൂം ചെയ്യുക. അതായത് ജി ഓഫ് എക്സ് പോസിറ്റീവാണ്, എക്സ് ഏത് വാല്യൂസ് എന്ന് നോക്കാൻ. അതിനനുസരിച്ചിട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് എന്ന രീതിയിൽ എഴുതിയിട്ട് അതിനുള്ള എക്സ് വാല്യൂസ് കണ്ടെത്തുക. എന്നിട്ട് എക്സ് വാല്യൂസ് ഈ ജി ഓഫ് എക്സ് പോസിറ്റീവ് എവിടെയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അതേപോലെ നമുക്ക് അല്ലെങ്കിൽ മോഡുലസ് പൊട്ടിച്ചിട്ടുള്ള പരിപാടി ചെയ്യാം. മോഡുലസ് പൊട്ടിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റാൻ? ഒന്നാമത് എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിലത്തെ ആ വാല്യൂ പോസിറ്റീവ് ആണ്. അതപ്പോൾ എക്സ് ഏത് വാല്യൂസിലാണുള്ള കാര്യം അത് പാരൻറ്റ് കണ്ടീഷനായിട്ട് എടുക്കാം. എന്നിട്ടോ
എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ. ഓക്കെ, അന്നേരം നമ്മൾ എക്സ് ഇപ്പം എഫ് ഓഫ് എക്സിൻ്റെ ഉള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ മോഡ് അങ്ങനെ തന്നെ പൊട്ടിയിട്ട് വരും. അങ്ങനെ സോൾവ് ചെയ്യുക. എന്നിട്ട് അത് പാരൻറ്റ് കണ്ടീഷനായിട്ട് കറക്റ്റ് ആവാൻ നോക്കുക. എന്നിട്ട് എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആകുന്ന ആ പാരൻറ്റ് കണ്ടീഷൻ കറക്റ്റ് ആക്കുക. ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് ഉത്തരം കണ്ടെത്തുക. എന്നിട്ട് ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് കറക്റ്റ് ആവാൻ നോക്കുക. എന്നിട്ട് രണ്ട് ഉത്തരങ്ങളും യോജിപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉത്തരം എഴുതുക. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കേസസിൻ്റെ ഉത്തരം എപ്പോഴും യൂണിയൻ ആയിരിക്കും. അപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ഇതെങ്ങനെയാണ്? മോഡുലസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും റൂട്ട്സ് പൊട്ടിക്കുന്ന പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ മോഡ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും x² - 8x + 15 അത് എപ്പോഴാണ് 0-നേക്കാളും വലുതാവുക? അത് എപ്പോഴാണ് 0-നേക്കാളും വലുതാവുക? x - 3 x - 5 > 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 3 കിട്ടും, 5 കിട്ടും. പോസിറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കൊടുക്കുക. ഇത് പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? -∞ മുതൽ 3 വരെ, റൈറ്റ്? = കേട്ടോ, കാരണം മോഡുലസ് അങ്ങനെ ആവാറ്. യൂണിയൻ 5 മുതൽ ∞ വരെ. അപ്പോൾ ഈ പോർഷനിൽ എന്തായി? ഈ എക്സിൻ്റെ വാല്യൂസ് ഇതാണ് നമ്മൾ കറൻറ്റ് കണ്ടീഷൻ. ഈ ഒരു എക്സിൻ്റെ വാല്യൂസിന് നമ്മുടെ മോഡുലസിലുള്ള വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ, ഇതാണ് നമ്മളെ കേസ് 1. ഇതിനുള്ളിൽ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും x² - 8x + 15 അതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഓർത്തോട്ടേക്ക് വരും അല്ലേ? +7 = 0. ഇവിടുന്ന് എന്തായി? x² - 10x + 22 = 0. ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഉത്തരം കിട്ടും. എന്താ ഉത്തരം? ഞാൻ ഇപ്പം വെറുതെ ചെയ്തു പോകുന്നില്ല. എനിവൈസ് ഉത്തരം ഇതാണ്. x ± 5 ± √3. അപ്പോൾ 5 + √3 അത് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് നോക്കണം. 5 + √3 എന്ന് പറഞ്ഞാൽ √3യുടെ വാല്യൂ ഏകദേശം ചെറിയ വാല്യൂ ആണ്, 1.7. അപ്പം 5 + √3 ഈ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. 5 + √3 കുഴപ്പമില്ല. 5 - √3 ആണെങ്കിലോ? 5 - √3 ആക്സെപ്റ്റഡ് ആണോ? 5 - √3 3-നേക്കാളും വലിയ വാല്യൂ. സോ 5 - √3 ഈസ് റിജക്റ്റഡ്. സോ ആകെ ഇവിടെ നമുക്ക് 5 + √3 പറ്റത്തുള്ളൂ, കാരണം നമ്മൾ പാരൻറ്റ് കണ്ടീഷൻ തെറ്റിപ്പോയി. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ സാധനം നെഗറ്റീവാണ്. ഇതിൻ്റെ ഉള്ളിലെ സാധനം നെഗറ്റീവ് ആവണമെങ്കിൽ എപ്പോഴാണ്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് 3-യുടെയും 5-ൻ്റെയും ഇടയിലാവണം. x 3-യുടെയും 5-ൻ്റെയും ഇതിൻ്റെ ഉള്ള സാധനം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവോടെ ഒരു എക്സ്റ്റേണൽ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരും. എക്സ്റ്റേണൽ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വന്നതിന് ശേഷം നമ്മൾ നോർമലായിട്ട് സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഈ പറഞ്ഞ 3-യുടെയും 5-ൻ്റെയും ഇടയിലാണ് ചെക്ക് ചെയ്യും. അങ്ങനെ 3-യുടെയും 5-ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് 1000 റൂട്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ റൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 റൂട്ട്സും കൂടി നേരത്തെ കിട്ടി 5 + √3 ആ റൂട്ടും കൂടി ആഡ് ചെയ്താൽ ഉത്തരം കിട്ടി. അത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് x+1. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു നമ്പർ ലൈൻ പരിപാടി ഇറക്കാം. നമ്പർ ലൈൻ പരിപാടി. എന്നിട്ടോ ഇവിടെ 1 -1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്. ഓക്കെ, പിന്നെ അല്ലാണ്ട് ഇത് വേവ് കർവ് മെത്തേഡ് അല്ല ഇപ്പോൾ എഴുതാം. ഇവിടെ പ്ലസ് മൈനസ് അങ്ങനെ ഓർക്കാൻ പാടില്ല. 2-നേക്കാളും വലുതാണെങ്കിൽ എന്നാൽ ഈ ടേം 1 ടേം 2. ഇപ്പോൾ ടേം 1 ഇടാം, ടേം 2യുടെ സൈൻ ഇടാം. ഓക്കെ, ഇപ്പോൾ 2-നേക്കാളും വലുതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതും പോസിറ്റീവ്, റൈറ്റ്? അപ്പോൾ രണ്ടുപേരും പോസിറ്റീവാണ്. -1 2യുടെ ഇടയിൽ ഒരു നമ്പർ വെച്ച് നിൽക്കും, 0 ആണെങ്കിലോ ഇയാൾ നെഗറ്റീവ്, ടേം 2 നെഗറ്റീവാണ്. പക്ഷേ ടേം 1 അയാൾ പോസിറ്റീവാണ്, റൈറ്റ്? ഇതിനേക്കാളും -1-നേക്കാളും ചെറുത് -3, രണ്ടുപേരും നെഗറ്റീവാണ്, റൈറ്റ്? അതാണ് പരിപാടി. അപ്പോൾ ആ ഒരു വെച്ചിട്ട് 3 കേസസ് അപ്പോൾ ഉണ്ട് അല്ലേ? x 2-നേക്കാളും വലുത്, x -1-നേക്കാളും അല്ല -1 2യുടെ ഇടയിൽ, x -1-നേക്കാളും ചെറുത്. ആ 3 കേസസിലും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കേസ് 1 x > 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും പോസിറ്റീവ്. അപ്പോൾ മോഡ് അങ്ങനെ തന്നെ കൂട്ടിയിട്ട് വരും. അപ്പോൾ ഉത്തരം കിട്ടും. ആ 3 > 2 ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റാണ്, എടുക്കുക. ഇനി കേസ് 2-ലാണെങ്കിലോ x -1 2യുടെ ഇടയിൽ, അതാണ് നമ്മുടെ പാരൻറ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ദേഹം നെഗറ്റീവാണ്, അപ്പോൾ ഇയാളൊരു എക്സ്റ്റേണൽ നെഗറ്റീവോടെ പൊട്ട് വരും, മറ്റേ അങ്ങനെ തന്നെ പോസിറ്റീവ് ആയിട്ട് തന്നെ വരുന്നു. അപ്പോൾ നമുക്ക് 3 = 5 നോട്ട് പോസിബിളാണ്. അപ്പോൾ കേസ് 2 കംപ്ലീറ്റ് തെറ്റിപ്പോയി. ഇനി കേസ് 3 ആണെങ്കിലോ? കേസ് 3 എന്ന് വെച്ചാൽ x -1-നേക്കാളും ചെറുത്. അപ്പോൾ x -1-നേക്കാളും ചെറുത്, ഇയാൾ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരും, രണ്ടുപേരും നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരും. അങ്ങനെ എക്സിൻ്റെ വാല്യൂ -2 കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ -2, x <−1 ആണ് ചെക്ക് ചെയ്യും. x <−1 -2. സോ ദിസ് ഈസ് കറക്റ്റ്. പാരൻറ്റ് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ആണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതും കറക്റ്റാണ്. അങ്ങനെ x -2 x 3യും കൂടി കറക്റ്റാണ്. അപ്പോൾ രണ്ട് ഉത്തരം ശരിയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ? അടുത്ത ക്വസ്റ്റ്യൻ സെയിം പരിപാടി തന്നെ. നമ്മൾ നേരെ നമ്പർ ലൈൻ വരക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്ന് കൊടുക്കുന്നു. എങ്ങനെയാണ്? 1 2 3. അപ്പം ഈ ഒരു ഏരിയയിൽ എല്ലാവരും പോസിറ്റീവ് എന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും പോസിറ്റീവ്. ഈ ഏരിയയിൽ 2യുടെ 3യുടെ ഇടയിൽ, അങ്ങനെ ഓരോ കേസസ്. ഈ ഏരിയ. അപ്പോൾ നമ്മൾ നമ്പർ ലൈനിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യണം. നമ്പർ ലൈനിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയല്ല മോഡ് പൊട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് പരിപാടി, അതാണ് മെത്തേഡ്. ഓക്കെ, അങ്ങനെ അടുത്ത് ഈ മെയിൻസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നോക്കി മോഡ് x കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെയും സെയിം പരിപാടി, നമ്പർ ലൈൻ വരക്കുന്നു. x 0-ൽ ഒരു പൊട്ടുന്നുണ്ട്, പിന്നെ -2 കാണുന്നുണ്ട്, അതേപോലെ എന്താണ് -1 കാണുന്നുണ്ട്. ഓക്കെ, -0-നേക്കാളും വലുതാണെങ്കിൽ, x 0-നേക്കാളും വലുതാണെങ്കിൽ എല്ലാവരും പോസിറ്റീവാണ്. നോക്കിക്കോ,
എല്ലാവരും പോസിറ്റീവാണ്. അപ്പോൾ എക്സ് 0 വലുതാണ്, എല്ലാവരും പോസിറ്റീവോടെ തന്നെ പൊട്ടുന്നു. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. ഈ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ 0 വലുതാണോ എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ഇത് പാരൻറ്റ് കണ്ടീഷനായിട്ട് അപ്പം 3 + or - √3 3 - √3 3 - √3 മേ ബി ഈ 0 വലുതാവണം എന്നില്ല. അപ്പോൾ അത് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കേസ് 2 എന്ന് പറഞ്ഞാൽ 0യുടെയും അല്ല -1ൻ്റെയും 0ൻ്റെ ഇടയിലാണെങ്കിൽ മോഡ് എങ്ങനെ പൊട്ടും നോക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് ഉണ്ടാവല്ലോ, ആ എക്സ് 0ൻ്റെയും 1ൻ്റെയും ചെക്ക് ചെയ്യുക. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂട്ട്സ് എന്നിട്ട് ലാസ്റ്റ് അതുപോലെ കേസ് 3 എടുക്കുക, കേസ് 4 എടുക്കുക. ഈ കേസ് അതെല്ലാം യൂണിയൻ ചെയ്യുക, ലാസ്റ്റ് ആൻസർ അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഹോംവർക്കാണ്, പിന്നെ എല്ലാം ഹോംവർക്ക്സാണ് കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2x - 3 ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ ആകെ ഒരു മോഡാണ് കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഒരു മോഡ് കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. √x ഇവിടെ ഇപ്പോൾ √x = 3 എന്ന് പറയുന്ന ഒരു രസമില്ല അല്ലേ, = 3 അപ്പം x = 9 ആ ഒരു രസമില്ല. ഞാൻ തൽക്കാലം √x ആ സാധനത്തിന് എന്ത് വിളിക്കുകയാണ്, t എന്ന് വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് t - 3യുടെ മോഡലാണുള്ളത്, t - 3 മോഡലുള്ളത്. അപ്പോൾ നമ്മളെന്താ മോഡൽ സാധനത്തിന് മാത്രം അത് എപ്പോഴാണ് 0 ആവുന്നത് ആ പോയിന്റ്. സോ t = 3 x. അപ്പോൾ 2 കേസസ് ആവുള്ളൂ, എക്സ് അല്ലെങ്കിൽ t അത് >3 ആവുന്ന സമയത്ത് മോഡ് പോസിറ്റീവോടെ പൊട്ടും. ദാറ്റ് മീൻസ് 2 × t - 3 അങ്ങനെ തന്നെ ഉണ്ടാവും, പ്ലസ് t - 6 ഇത് സോൾവ് ചെയ്യാം, +6 ഇത് നോർമലായിട്ട് സോൾവ് ചെയ്യാം, ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറൈസ് ചെയ്യാം. അങ്ങനെ കിട്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് 1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടി, 4 കിട്ടിയിട്ടുണ്ട്. ടിയുടെ വാല്യൂ ടി എന്നായിരുന്നു √x ആയിരുന്നു, √x അപ്പം 4. ഒന്നാമത്തെ കാര്യം ആവശ്യം ടി 0 പറ്റുമോ? നമ്മൾ എന്തെങ്കിലും കേസ് 1 എടുത്തത് x > 0 ആണ്. എന്തുകൊണ്ട് ടി 0 പറ്റില്ല? കാരണം വെച്ചാൽ നമ്മൾ പാരൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ t > 3 ആവുന്നതുകൊണ്ട് അപ്പം 4 പറ്റത്തുള്ളൂ. പാരൻറ്റ് കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ആവണം അല്ലേ, അതാവണം. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ നമ്മൾ കേസ് 2 നോർമലായിട്ട് ചെയ്യേണ്ട വരെ ചെയ്യാം. സാർ ഇവിടെ കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളാണ്, ഇത് TH വരുന്നതാണ്. അടുത്ത നമുക്ക് ഇതൊരു ASRQ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ മോഡ്സ് കാണുന്നുണ്ട്, ഒറ്റ മോഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം x² - 4x + 3 ഈ ചങ്ങായി > 0 ആവുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അത് എപ്പോഴാണ് > 0? x - 3 ഉണ്ട്, x - 1 ഉണ്ട്, അത് > 0 ആണോ? ഇവിടുന്ന് 1 എഴുതാം, 3 എഴുതാം, പ്ലസ് മൈനസ് വേവ് കർവായിട്ടിൽ -∞ മുതൽ 1 വരെ ഇതുണ്ട്. > ആവും, കാരണം മോഡ് 0 ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് പൊട്ടി വരാൻ, റൈറ്റ്. പിന്നെന്താ യൂണിയന് 3 മുതൽ ∞ വരെ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഈ പറഞ്ഞ സെറ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, പോസിറ്റീവായിട്ടാണ് പൊട്ടാൻ. സോ നമ്മൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഇത് പോസിറ്റീവായിട്ട് പൊട്ടുക. x - 1 ദാറ്റ് ഈസ് > ദാറ്റ് മീൻസ് എക്സ് ഈ ഒരു പൊസിഷനിലാണെങ്കിൽ നമ്മൾ കേസ് 1 ഇത് നോർമലായിട്ട് പൊട്ടും. അങ്ങനെ നോർമലായിട്ട് പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസ് അതിന് സ്ക്വയർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നോർമലായിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. ഓക്കെ, അങ്ങനെ എക്സിൻ്റെ വാല്യൂസ് എത്ര കിട്ടിയാൽ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എടുപ്പോയി ഇവിടെ നിന്ന് x² - 2x + 8 അതങ്ങനെ കിട്ടിയില്ല. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഇല്ല. ദാറ്റ് മീൻസ് കേസ് 1 വെറുതെ എടുത്തു പോയി, അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. ഇനി കേസ് 2 ആണെങ്കിലോ ഈ പറഞ്ഞ സാധനം തന്നെ, ഈ പറഞ്ഞ കംപ്ലീറ്റ് സാധനം എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. x² - 4x + 3ൻ്റെ ഉള്ളിലുള്ള സാധനം നെഗറ്റീവ് ആയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മുതൽ 3 വരെ ആയിരിക്കും x 1 മുതൽ 3 വരെ, അതാണ് പാരൻറ്റ് കണ്ടീഷൻ. അങ്ങനെ ആകുമ്പോൾ ഈ മോഡ് എങ്ങനെയാണ് പൊട്ടാൻ, ഒരു നെഗറ്റീവോടെ ആയിരിക്കും പൊട്ടാൻ. അങ്ങനെ മോഡ് നെഗറ്റീവോടെ പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും, നോർമലായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യും. അങ്ങനെ എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എന്നിട്ട് ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് 1നും 3നും ചെക്ക് ചെയ്യണം. 1നും 3നും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 2 വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരുത്തനെയും സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാം തെറ്റിപ്പോയി. ടേക്ക് അല്ലേ. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ നമ്മളിവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമായിരുന്നു. 2x + 1 5 എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ കോമൺ എടുത്തു, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കോമൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ x = 1 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട് ഓൾറെഡി. അത് നോർമൽ സൊല്യൂഷൻ, അതിന് മോഡിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഓൾറെഡി ഒരു സൊല്യൂഷനാണ്, അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കാരണം മോഡിൻ്റെ ഉള്ളിലില്ലാത്ത സൊല്യൂഷനാണ്. പിന്നെയുള്ളതാണ് ഇതിനാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഉത്തരം x = 1 മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയോ, ഇങ്ങനെ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ x = 0 അതൊരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ x² ഈ പറഞ്ഞ സാധനങ്ങൾ ഇതെല്ലാം പോസിറ്റീവ്, ഇതെല്ലാം കൂടിയിട്ട് 0 ആണ്. അപ്പോൾ പോസിറ്റീവ് ഇതെല്ലാം മോഡായതുകൊണ്ട് ഇവരെല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവ് സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് 0 എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ പറഞ്ഞ എല്ലാവരും ഓരോ ടേമുകളും 0. അങ്ങനെ ആകുമ്പോൾ x² = 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. പിന്നെ 3 mod x = 0 ആണെങ്കിൽ അവിടെയും എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം സ്വാഭാവികമായിട്ടും. ഇനി 5x - 1 അതിൻ്റെ മോഡ് അത് 0 ആണെങ്കിൽ x 1 ആവണം. അതേപോലെ ഇത് 0 ആണെങ്കിൽ x എന്താവണം, 2 ആവണം. ഓക്കെ, അപ്പം എല്ലാവർക്കും 0 ആവണമെങ്കിൽ ഒരു
പെർട്ടിക്കുലർ ആയിട്ടൊരു കോമൺ നമ്പർ അല്ലേ, ഈ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് 0 ആവുന്ന ഒരു പെർട്ടിക്കുലർ കോമൺ നമ്പർ ഇല്ല. അപ്പം പെർട്ടിക്കുലർ ഒരു കോമൺ നമ്പർ ഇല്ലെങ്കിൽ അപ്പം ആക്ച്വലി ആര് കാരണം 0 ആയത്? കാരണം വെച്ചാൽ ഇയാൾ 1 കാരണം 0 ആവുന്നുണ്ടെങ്കിലും ഇയാൾ 2 കാരണം 0, അപ്പം 1 കാരണം ഇയാൾ 0 ആവുന്നുണ്ടെങ്കിൽ ഇയാൾ 0 ആവണമെന്നില്ല. അന്നേരം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരില്ല, അപ്പം അത് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു എക്സ് വാല്യൂസ് ഈ പറഞ്ഞ സാധനത്തിലില്ല. അപ്പോൾ ഇയാൾ ഒരിക്കലും 0 ആവുന്നില്ല. അപ്പോൾ ആക്ച്വലി ആരാണ് 0 ആവുന്നത്? ഇയാൾ മാത്രമായിരിക്കും. എക്സ് 0. സോ ആകെ ഒരു സൊല്യൂഷൻ ഒറ്റ സൊല്യൂഷൻ. ദാറ്റ്സ് ഇറ്റ്. ഈ ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യാൻ? ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ചങ്ങായി എന്ത് വിളിക്കുക? ടി എന്ന് വിളിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും അതും ടി തന്നെ വിളിക്കുക. കാരണം വെച്ചാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് തന്നെയല്ലേ. അപ്പോൾ എന്ത് എക്സ് സ്ക്വയർ മോഡ് എക്സും സെയിം സിമിലർ സാധനങ്ങൾ പോലെ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മോഡ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കുക എക്സ് സ്ക്വയറിനാണ്. അപ്പം ടി സ്ക്വയർ. സോ ടി സ്ക്വയർ മൈനസ് ടി മൈനസ് 12 ഇസിക്വൽ 0. ടി ആരാത് മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടി മൈനസ് 4 ടി പ്ലസ് 3 ഇസിക്വൽ 0. ടിക്ക് ഐദർ 4 ആവാം, ടിക്ക് ഐദർ -3 ആവാം. എന്ന് വെച്ചാൽ മോഡ് എക്സിന് -3 ആവാമെന്നാണ്. മോഡ് എക്സ് എപ്പോൾ -3 ആവാം ഇല്ല, പക്ഷേ മോഡ് എക്സിന് 4 ആവാം. ദാറ്റ് മീൻസ് എക്സ് ഇസിക്വൽ ടു +or-4. ദാറ്റ്സ് ഇറ്റ്. ഉത്തരം വരും. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? നമുക്കിനി 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാനുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ? ആദ്യം മോഡ് എക്സ് കാണുന്നുണ്ട്. ശരി, നമുക്ക് കേസ് 1 എടുക്കാം. എങ്ങനെയാണ്? നമുക്ക് ഉള്ളിലത്തെ മോഡ് ആദ്യം പൊട്ടിച്ച് നോക്കാം. ഈ കംപ്ലീറ്റ് മോഡ് അടക്കട്ടെ. എക്സ് മൈനസ് 4 - എക്സ് മോഡ് ഹോൾ മോഡ് ഇസിക്വൽ ടു 2x + 3. സോ ഒന്നാമത്തെ കേസ്, ഈ മോഡിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കേസ് എക്സ് 4-നേക്കാളും എക്സ് മൈനസ് 4 മോഡ് എക്സിന് ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. മോഡിൻ്റെ ഉള്ള സാധനത്തിനാണ് തലയിഴ്ച എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാ എക്സ് -4 എന്നും എഴുതാം. റൈറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് അത് 4-നേക്കാളും വലുതാണെങ്കിൽ, അല്ല പോട്ടെ, എക്സ് -4 അത് >0 ആണെങ്കിൽ ഉള്ളിലുള്ള മോഡ് പോസിറ്റീവായിട്ട് പൊട്ടാൻ. റൈറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് -4 ദാറ്റ് ഇസ് >0, എക്സ് >0. അങ്ങനെ നമുക്കിത് മോഡ് നോർമലായിട്ട് പൊട്ടിയിട്ട് എക്സ് പോയി 4 ഇസിക്വൽ ടു 2x + 4 എന്ന് വരും. 4 പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഇസിക്വൽ ടു 0 എന്നുള്ളത് വരും. എക്സ് 0 നമ്മൾ എക്സ് >4 ആണ്. എക്സ് 0 ഇത് തെറ്റി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എക്സ് -4 ദാറ്റ് ഈസ് <0 ആണെങ്കിൽ, എക്സ് -4 <0 ആണെങ്കിൽ എക്സ് <4 അങ്ങനെ നമ്മൾ മോഡ് എക്സ്റ്റേണലി വരും. അപ്പം അത് കഴിഞ്ഞു. എക്സ് -4 ഒരു എക്സ്റ്റേണൽ നെഗറ്റീവോടെ വരും. അപ്പോൾ 4 - എക്സ് എന്ന രീതിയിൽ വരും. അപ്പോൾ എക്സ്റ്റേണൽ നെഗറ്റീവോടെ വന്നാൽ ഈ പറഞ്ഞ ടേമായി 2x - 4. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മോഡ് ബാക്കിയുണ്ട്. നേരത്തെ മോഡ് എങ്ങനെ പോയത്? ഇവിടെ 4 വന്നപ്പോൾ മോഡ് അങ്ങോട്ട് പോയി. 4 വന്നാൽ മോഡ് 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയല്ലേ. ഇവിടെ പക്ഷേ വീണ്ടും എക്സ് ഉള്ളിൽ വന്നു. അപ്പോൾ ഈ എക്സ് ഈ ക്വസ്റ്റ്യൻ കേസ് 2ൻ്റെ ഉള്ളിൽ വേറൊരു ക്വസ്റ്റ്യൻ പോലെയാണ്, വേറൊരു മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ വീണ്ടും ഇനി ഡെഫിനേഷൻ കേസ് 2ൻ്റെ ഉള്ളിൽ ഒരു കേസ് എ വരും. കേസ് എ എന്ന് പറഞ്ഞാൽ 2x - 4 ദാറ്റ് ഈസ് >0 = 0. അങ്ങനെ നമ്മൾ എക്സിന് ഒരു പാരൻറ്റ് കണ്ടീഷൻ ഇവിടെ വരും. എന്നിട്ട് ആ പാരൻറ്റ് കണ്ടീഷൻ പ്രകാരം നമ്മൾ സോൾവ് ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് ഈക്വൽ ആണ് നോക്കണം. ഇവിടെ നോട്ട് പോസിബിൾ ആയിട്ടാവുകയും കേസ് ബിയിലാണെങ്കിലോ ഇത് ഉള്ളിലുള്ള സാധനം നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ആ പാരൻറ്റ് കണ്ടീഷൻ വെച്ച് എക്സിന് ഒരു വാല്യൂ വരും. ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് സൂട്ടബിൾ ആണെന്ന് നോക്കും. അങ്ങനെ സൂട്ടബിൾ ആണെങ്കിൽ ആ ഉത്തരം ഒന്ന് എടുത്ത് എഴുതാം. ഈ 2 ഉത്തരം ഒരുമിച്ച് എഴുതാം. എന്നിട്ട് ആ 2 ഉത്തരം എഴുതിയിട്ട് നിർത്തി പോകരുത്. അന്നേരം ഏറ്റവും വലിയ കേസസ് ആയിട്ടുള്ള നമ്മുടെ പാരൻറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് കറക്റ്റ് ആണെന്ന് നോക്കണം. അങ്ങനെ ആ പാരൻറ്റ് കണ്ടീഷനായിട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം നമുക്ക് എടുത്തെഴുതാൻ പറ്റും. നേരത്തെ ഇവിടെ പ്രത്യേകിച്ച് എക്സ് 5 ആയതൊന്നുമില്ല. അപ്പം ആ 2 ഉത്തരങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നു, 2 ഒരുമിച്ച് യൂണിയൻ എടുക്കുന്നു. അതാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചങ്ങനെ എന്ത് വിളിക്കുക? ടി എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ അത് ടി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാകും സോൾവ് ചെയ്യാൻ. അപ്പം പക്ഷേ അതിനെ ടി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അതേപോലത്തെ വരില്ല. ഇവിടെ 2x പിടിച്ച് ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇനി അതിനെ ടി എന്ന് വിളിക്കുന്ന പരിപാടി നിർത്തി. ഇതിനെ കുഴപ്പമില്ല. ഈ ആദ്യത്തെ മോഡ്, വലിയ മോഡ് നമുക്ക് ആദ്യം പൊട്ടിക്കാം അല്ലേ. അപ്പം വലിയ മോഡിന് ഉള്ളിലുള്ള സാധനം അത് >0 ആവണം. ദാറ്റ് മീൻസ് x² - 3x + 2 ദാറ്റ് ഷുഡ് ബി >0 എന്നുള്ളത് ഒരു കേസ്. ഓക്കെ, അതാണ് നമ്മൾ ഒന്നാമത്തെ കേസ്. റൈറ്റ്. ദാറ്റ് ഷുഡ് ബി >0. ഇനി ഇവിടുന്ന് ഈ പറഞ്ഞ സംഭവം സോൾവ് ചെയ്യണമെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. സോ ആ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ആദ്യം ഇതിനെയാണ് ടി എന്ന് വിളിക്കുക. ഇതിനെയും ടി, അങ്ങനെ टी² - 3t + 2 ദാറ്റ് ഷുഡ് ബി >0. അങ്ങനെ ടിയുടെ വാല്യൂസ് കിട്ടും. അങ്ങനെ ടിയുടെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ മോഡ് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എന്നിട്ട് മോഡ് എക്സിൻ്റെ വാല്യൂസ് എവിടെ നിന്നാണോ അത് മോഡ് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് ഇനി എക്സിൻ്റെ വാല്യൂസ് ഇതാ. മോഡ് എക്സ് >0, മോഡ് എക്സ് <0. അങ്ങനെ നമുക്ക് എക്സ് ഇവിടെ നിന്ന് ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പാരൻറ്റ് കണ്ടീഷൻ. ആ പാരൻറ്റ് കണ്ടീഷൻ വെച്ച് നമ്മൾ മോഡ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ മോഡ് ഇത് പോസിറ്റീവ് എന്നുള്ള കണ്ടീഷനാണല്ലോ ഉള്ളിലുള്ള സാധനം. അപ്പം എന്താ പുറത്തോട്ടേക്ക് നൈസായിട്ട് വരും. ഇത് പോസിറ്റീവായിട്ട് തന്നെ തുറക്കും. അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ മോഡുകൾ വരും. ആ ചെറിയ ചെറിയ മോഡ്സിന് വേറെ നമ്മൾ കണ്ടീഷൻസ് കൊടുത്തിട്ട് സോൾവ് ചെയ്യണം. എക്സ് >0 എന്ന രീതിയിൽ വരുമ്പോൾ ഇവിടെ ഒരു ഉത്തരം വരും. അതേപോലെ എക്സ് <0 എന്നൊരു ഉത്തരം വരും. നമ്മൾ എന്നിട്ട് കണ്ടീഷൻ അനുസരിച്ച് ഉത്തരം കിട്ടുന്നത് നോക്കണം.
അങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം, ഉത്തരം സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ഉത്തരത്തിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കേസായിട്ടുള്ള പാരൻറ്റ് കണ്ടീഷൻ നോക്കി ചെയ്യണം. അത് ആ പാരൻറ്റ് കണ്ടീഷൻ്റെ ഉള്ളിലാണ് ചെക്ക് ചെയ്യണം. അങ്ങനെ പാരൻറ്റ് കണ്ടീഷൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേസ് 1ൻ്റെ ഉത്തരങ്ങൾ കിട്ടി. ഇനി കേസ് 2യുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആൾ നെഗറ്റീവ് ആവണം. അപ്പോൾ ഇതിനുള്ളിൽ നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വാല്യൂസ് എവിടെ മുതൽ എവിടം വരെയാണെന്നുള്ള എക്സിൻ്റെ അടുത്ത പാരൻറ്റ് കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അടുത്ത പാരൻറ്റ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ അടുത്ത പാരൻറ്റ് കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പാരൻറ്റ് കണ്ടീഷൻ. അങ്ങനെ പാരൻറ്റ് കണ്ടീഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, മോഡ് ബ്രേക്ക് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തും. അങ്ങനെ മോഡ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ളിൽ വീണ്ടും ഒരു മോഡ് ഉണ്ടാവും. അപ്പോൾ ആ മോഡ് ബ്രേക്ക് ചെയ്യാനുള്ള അടുത്ത ചെറിയ ചെറിയ സ്മോൾ പാരൻറ്റ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്തി യൂണിയൻ എടുത്തിട്ട് ലാസ്റ്റുള്ള പാരൻറ്റ് കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇൻ്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് 2യുടെ ഉത്തരം കിട്ടും. അങ്ങനെ കേസ് 2യുടെയും കേസ് 1ൻ്റെ ഉത്തരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഉത്തരം കിട്ടും. അതാണ് പരിപാടി. ഓക്കെ, ഇത് നല്ലൊരു ലെവൽ ക്വസ്റ്റ്യനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.